വുമൻസ് വൈബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രവാസി മലയാളികൾക്കിടയിൽ സുപരിചിതയായ ഒരു വ്യക്തിത്വമാണ്, കലാകാരിയാണ്, ഡോക്ടർ ദേവി സുമ. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഈ ഡോക്ടർ ദേവി സുമ, ഈ ഡോക്ടർ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഡോക്ടറേറ്റ് ആണ്, ബിസിനസ് മാനേജ്മെന്റിലാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ബിസിനസ് മാനേജ്മെന്റിൽ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷാർജ പബ്ലിക് ഹെൽത്തിലെ ഇൻഡസ്ട്രിയൽ നമ്പർ 4 BDO ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം ദുബായിൽ വന്നിട്ട് പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ 20 വർഷമായി. 20 വർഷമായി. അപ്പൊ ഒരു നീണ്ട കാലം തന്നെയാണല്ലോ 20 വർഷം എന്ന് പറയുന്നത്. ദുബായിലാണോ വന്നത് അതോ ഷാർജയിലേക്കാണോ? ഷാർജയില, അങ്ങോട്ട് ഇന്ന് വരെ ഷാർജയിൽ തന്നെയാണ്. ഷാർജയിൽ തന്നെയാണ്. എങ്ങനെ കല്യാണം കഴിച്ചു വരുമായിരുന്നോ അതോ ജോലി തേടി വന്നതാണോ? എങ്ങനെയാണ് പ്രവാസ ജീവിതം ആരംഭിച്ചത്? എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ വന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ജോലിയായോ അതോ? ഇല്ല, ഞാൻ ആദ്യം പിന്നീട് മോൾക്ക് 3 വയസ്സായ ശേഷമാണ് ഞാൻ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ആ കമ്പനി തന്നെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ കിട്ടിയ ഒരു ജോലി ആയിരിക്കണം എനിക്ക്. അവിടുത്തെ HR ആയിട്ട് കയറി. ഒരു അറബിക് കമ്പനി ആയിരുന്നു. അവർക്ക് ദുബായിലും ഷാർജയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ദുബായിലായിരുന്നു, ഹെഡ് ഓഫീസ് ഷാർജയിലായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. ശരി. നാട്ടിലെവിടെയാ ദേവി? നാട്ടിൽ ഞങ്ങൾ ട്രിവാൻഡ്രമാണ്, പേരൂർക്കട, ഇന്ദിരാനഗർ എന്ന് പറയും അവിടെ. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചാല്, ഇപ്പൊ 20 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നത്. പക്ഷെ ദേവിയുടെ ആ ഒരു വ്യക്തിത്വം ശരിക്കും പറഞ്ഞ ഇപ്പോഴൊരു തനി നാട്ടിൻപുറംകാരിയുടേതായ ഒരു അല്ലെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട്. അപ്പം ദുബായിലാണോ നാട്ടിലാണോ കൂടുതൽ ഇഷ്ടം? നമുക്കറിയാം, നമ്മൾ പ്രവാസ ജീവിതത്തേക്ക് നമ്മൾ എത്തുന്ന എല്ലാവരും സാമ്പത്തികമായ ഒരു നേട്ടത്തിന് വേണ്ടിയും നല്ല ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയും ഒക്കെയാണ്. അപ്പം 20 വർഷമായി പ്രവാസത്തിൽ എത്തിയിട്ടും ഇപ്പൊ ഞാൻ ചോദിക്കുക, നാടാണോ ഷാർജയിലല്ലേ താമസിക്കുന്നത്, ഷാർജയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏത് ചൂസ് ചെയ്യും? അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പെറ്റമ്മയും പോറ്റമ്മയുമാണ്. പെറ്റമ്മ എന്ന് പറയുന്നത് നമ്മുടെ നാടും, പോറ്റമ്മ എന്ന് പറയുന്നത് UAE-യുമാണ്. അപ്പൊ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നാട്ടില് നമ്മള് ഒരു എന്താ പറയാ, നമ്മുടെ അടിസ്ഥാനം ഓക്കെ ആയതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ UAE-യിൽ ഈ പ്രവാസ ലോകത്ത് എത്തപ്പെട്ടത്. അപ്പൊ ഇവിടെ വരുമ്പോഴും നമുക്ക് അതിൻ്റെതായ സൗകര്യങ്ങള്, സന്തോഷം, ഇതൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവാസികളും ഇവിടെ നിന്നു പോകുന്നത്. അപ്പൊ രണ്ടും നമ്മുടെ 2 കണ്ണുകൾ പോലെയാണെന്ന് ഞാൻ പറയും. സത്യമാണ് കേട്ടോ. എന്നോടൊക്കെ ആണെങ്കിലും പ്രവാസ ജീവിതമാണോ നാടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് പെറ്റമ്മയും മറ്റത് പോറ്റമ്മയും. നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അല്ലെ, ഇവിടെ കിട്ടുന്ന ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, നമുക്ക് കലാപരമായിട്ടുണ്ടാകും. എനിക്കൊരു നാട്ടിലെ കഴിഞ്ഞും കൂടുതൽ കലാപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ കലാപരമായുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ദേവി ഒരു ദൂരദർശന്റെ ദൂരദർശനിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതെന്താണെന്നൊന്ന് പറയാമോ? ദൂരദർശനിൽ എന്തായിരുന്നു, ഏത് കാലത്തായിരുന്നു അത്? കാലം മീൻസ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടാണ്. ദൂരദർശനിൽ നമ്മുടെ അങ്കിൾസ് ഒക്കെ നാടകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ബാലതാരമായിട്ട് വന്നതാണ്. ദൂരദർശനിൽ മാത്രമല്ല, ദൂരദർശനിലെ ആങ്കറിങ്, നമ്മുടെ സജൻ സാറിന്റെ ഒരു പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിന്റെ നക്ഷത്ര കിന്നാരം, സിനിമ ഡയറി, സൂര്യ TV-യുടെ പൊൻപുലരി, ഇതൊക്കെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അനൂപേട്ടനില്ലേ, ഇപ്പോഴത്തെ ഫേമസ് നടൻ അനൂപേട്ടനായിരുന്നു അതിൽ വലിയ ആൾക്കാരുടെ ആ ഒരു ഇത് ചെയ്തത്. അപ്പൊ ബാല താരമായിട്ട്, അതായത് കുട്ടികളുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത് അന്ന് ഞാനായിരുന്നു. എനിക്ക് തോന്നുന്നു സതീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അങ്ങനെയുള്ള അറിവാണ് എനിക്ക്. ദൂരദർശൻ, ഏഷ്യാനെറ്റിൽ ബാലതാരമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ആള് നിസ്സാരക്കാരി അല്ല. ദൂരദർശനിലൊക്കെ ശരിക്കും അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ദൂരദർശനിലൊക്കെ നമുക്കൊരു വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഞാൻ നല്ലൊരു അഭിനേത്രി കൂടിയാണ് കേട്ടോ. അതും തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അല്ലേ, സ്റ്റേജ്. അതിലേക്ക് എങ്ങനെയാണ്, ഈ നാടകത്തിലോട്ടൊക്കെ എങ്ങനെയാണ് കടന്നു വന്നത്? നാടകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ ചേർന്നിട്ട് ഒരു നാടക ട്രൂപ്പ് ആ സമയത്ത് ചെയ്തു. അപ്പൊ അതില് നമ്മുടെ മുത്തശ്ശന്റെ അവിടെ ആയിരുന്നു ക്യാമ്പ് ഇട്ടിരുന്നത്. കുടുംബ വീട് ആണ് നമ്മൾ സെറ്റ് ഇട്ടത്. അപ്പോ അവിടെ ഈ കുട്ടികൾ മാത്രമേ ഇല്ല, ബാക്കി നടനും ഞങ്ങളുടെ മാമന്റെ മോൻ തന്നെയാണ്. പിന്നെ ഒരു അപ്പൂപ്പനാണ് അതിന്റെ പ്രൊഡ്യൂസർ, ഒരു അപ്പൂപ്പൻ മേക്കപ്പ് മാൻ, ഒരു മാമൻ സൗണ്ട് ആൻഡ് മ്യൂസിക്. അപ്പൊ എല്ലാവരും നമ്മളെ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ അതില് ബാലതാരമായിട്ട്, അത് പ്രഗത്ഭ സംവിധായകനായ കണ്ണൂർ വാസൂട്ടി സാറിന്റെ സംവിധാനത്തിലായിരുന്നു ആ നാടകം. ആ നാടകം എനിക്ക് തോന്നുന്നു ആ വർഷം ഏറ്റവും കൂടുതൽ, പുതിയ ട്രൂപ്പ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വേദികൾ കളിച്ച ഒരു നാടകം കൂടിയായിരുന്നു. അപ്പൊ എല്ലാം ഞങ്ങളുടെ കുടുംബക്കാരായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഈ നാടകരംഗത്തേക്കുള്ള പ്രവേശനം. അന്ന് എനിക്കൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണ്. അന്ന് ഞാൻ ഉച്ചത്തിലൊന്നും സംസാരിക്കാറില്ല, വളരെ എന്താ പറയാ, സൗണ്ടൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് നല്ലൊരു ഗുരുനാഥനെ കിട്ടി, കണ്ണൂർ വാസൂട്ടി എന്ന് പറയുന്ന. അതുവഴിയാണ് ഞാൻ ഈ നാടകരംഗത്ത് വരുന്നതും ഇന്ന് നിൽക്കുന്നതിനും മെയിൻ കാരണം ആ ഗുരു തന്നെയാണ്.
ഇവിടെ ദുബായിലും നാടക കളരികളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ഇവിടെയും സജീവമായിട്ട് നാടകത്തില് അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഈ അടുത്തിടെ വല്ലതും ഉണ്ടോ നാടകം? അതെ, ഞങ്ങള് നാടകം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണകി, വൈശാലി അതൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. കാരണം മോളാണ് കണ്ണകി ഡയറക്ട് ചെയ്തത്, വൈശാലിയും അവള് തന്നെയാണ്. സ്ക്രിപ്റ്റ് എന്റേതായിരുന്നു. പിന്നെ ഞങ്ങള് ഏറ്റവും കൂടുതൽ വേദികൾ കളിച്ച ഒരു നാടകമായിരുന്നു വൈശാലി. കഴിഞ്ഞ വർഷം മൊത്തം നമ്മൾ ഒരുപാട് സ്റ്റേജുകൾ കളിച്ച ഒരു ഷോ ആയിരുന്നു. കാരണം പുരാണങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ മിക്കവാറും തിരക്കഥ എഴുതാറ്. അപ്പൊ ആ വിധത്തിൽ നമുക്ക് നല്ല അഭിനന്ദനം കിട്ടിയ 2 നാടകങ്ങളായിരുന്നു കണ്ണകിയും ഈ വൈശാലിയും. പിന്നെ ഞാൻ എന്താ പറയാ, ചെറിയ ചെറിയ കഥകൾ, അങ്ങനെയുള്ള കവിതകൾ അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എഴുതിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു നാട്ടില് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും കൈകടത്തുന്ന ഒരാളായിരുന്നു. കാരണം നാടുകളിൽ അന്ന് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാത്ത ഒരു ഇതാണ്. അന്ന് ക്ലബ്ബുകളുണ്ട് ഇഷ്ടം പോലെ. പാർട്ടി ബേസ്ഡ് ആണെങ്കിൽ അന്ന് നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ പാർട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാത്തിലും പോവാം. ഒന്നിൽ CPI, ഒന്ന് CPM, ഒന്ന് കോൺഗ്രസിന്റെ. എല്ലാത്തിലും ഞാൻ ഒരു എന്താ പറയാ, നാട്ടിലൊരു ആൺകുട്ടിയെ മാതിരിയാണ് കുട്ടിത്താരമായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയുള്ള വേറ്റിതിരിവൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിരിവെടുക്കാനായാലും ഒരു സൈക്കിളുമായി ആൺകുട്ടികളുടെ കൂടെ ഇറങ്ങുമായിരുന്നു. അപ്പൊ അവരുമായിട്ട് പിരിവും. പിന്നെ ഈ പറഞ്ഞ മത്സരത്തിന് പോയിട്ട് ഞങ്ങൾ അന്ന് ട്രോഫിയൊക്കെ കൊണ്ടുവരുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പൊ ജൂനിയർ ലെവലില് ഞാനാണ് അന്ന് ഏറ്റവും കൂടുതൽ, അതായത് വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഒരു ഗട്സിന്റെ പുറത്ത് എല്ലാത്തിലും പങ്കെടുക്കും. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, റെസിറ്റേഷൻ, പദ്യപാരായണം, പ്രസംഗം, ക്യൂസ് കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള സകല കലകളിലും കയറും. അപ്പൊ ഞങ്ങൾക്ക് ജൂനിയറിന്റെയും സീനിയറിന്റെയും ട്രോഫിയുമായിട്ട് ഞങ്ങൾ വരും. കാരണം മാമന്മാര് ഉള്ളവര് ഒന്ന് CPI ആയിരിക്കും, ഒന്ന് CPM ആയിരിക്കും. അപ്പൊ എല്ലാത്തിലും നമുക്ക് പങ്കെടുത്താലേ പറ്റൂ. അപ്പൊ ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ, എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ കുട്ടികൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരുപാട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പഠിത്തത്തിന് മാത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊക്കെ പഠിത്തത്തിന് മാത്രമല്ല ഈ കലാപരമായിട്ടൊക്കെ ഒരുപാട് മുൻതൂക്കവും പ്രോത്സാഹനവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പം ഇല്ലെന്നല്ല എങ്കിൽ പോലും എല്ലാവരും കുട്ടികൾക്കാണെങ്കിലും ഇതിനകത്തൊന്നും വലിയൊരു കാര്യമില്ലാതെ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടാബ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം അതിലേക്ക് അങ്ങ് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം, ഇത്രയും ചെറുതിലേ തൊട്ട് ഇങ്ങനെ എല്ലാത്തിനകത്തും പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ ഒരു വ്യക്തിത്വം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയായിരിക്കും. നൃത്തം ഉണ്ടല്ലോ, അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയൂ. നൃത്തവും ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ നൃത്തത്തിലേക്ക് വന്നതാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിലെ ഒരു ശ്വാസമുട്ടലിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു എക്സസൈസ് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ വെള്ളം കണ്ടാൽ പൊതുവെ പേടിയുള്ള ഒരാളാണ്. അപ്പൊ നീന്തൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സമയമാണ് അന്ന്. നീന്തൽ താരങ്ങൾക്കെല്ലാം ജോലിയുമാണ്, ഉറപ്പാണ്. പക്ഷെ എനിക്ക് വെള്ളത്തോട് ഭയങ്കര പേടിയാണ്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ മാമന്റെ മോൻ, എന്റെ കൊച്ചിച്ചൻ, ഒരു അന്നൊക്കെ നമുക്ക് ഇന്നത്തെ പോലെ അല്ല, ഈ കലയിൽ വളരെ പ്രാധാന്യം എന്താ പറയാ, അധ്യാപകരെ കിട്ടാൻ വളരെ കുറവാണ്. അപ്പൊ ഡാൻസ് മാഷ് വന്നു. പക്ഷെ അവർക്ക് ഒരു ഉദ്ദേശം, ഒരു 10 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സാറ് ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അന്ന് എനിക്ക് വെറും 3 വയസ്സേ ഉള്ളൂ. അപ്പൊ വെറുതെ കൊച്ചിച്ചൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചേച്ചി, കൊച്ചിന്റെ കൂടെ പേര് എഴുതിയിടാം, എന്നാലേ 10 കുട്ടികളാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിന്നെ ഡാൻസിന് ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് കൊച്ചിനെയൊക്കെ കടത്തി വെട്ടി ഞാൻ വളരെ അസാധ്യമായ ഒരു ഞെട്ടിച്ചുകൊണ്ട് ഒരു ഡാൻസറായി മാറി. പിന്നീട് സ്കൂൾ ലെവലില് കലാതിലക പട്ടം കിട്ടി. ക്ലാസിക്കൽ ഡാൻസ് തിരുവല്ലം സുന്ദരേശൻ സാറാണ് എന്നെ ഭരതനാട്യം ഒക്കെ പഠിപ്പിച്ചത്. പിന്നെ മലയടി വിമൽരായ് സാർ മരണപ്പെട്ടുപോയി. ഫോക്ക് ആ സാർ വഴിയാണ് വന്നത്. പിന്നെ കീരിക്കാട് ശങ്കരവിള സാറ് കഥകളി, ഓട്ടംതുള്ളൽ അങ്ങനെ പഠിച്ചു. അപ്പൊ ഇതൊക്കെ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട്. അച്ഛൻ ഒരു ഇതായിരുന്നു, എന്താ പറയാ, ഒരു സഖാവായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അച്ഛൻ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അമ്മയുടെ ഫാമിലി എന്ന് പറഞ്ഞത് തികച്ചും ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അപ്പൊ അമ്മയുടെ വീട്ടുകാർക്കൊന്നും ഈ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ ഡാൻസിനും പാട്ടിനും ഒക്കെ അന്നൊക്കെ ഒരു നല്ല ഇംപ്രഷൻ അല്ല. ഇതിലൊക്കെ വിടുന്നത് കുട്ടികൾ മോശം സാഹചര്യത്തിലേക്ക് പെട്ടുപോകും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഈ അമ്മുമ്മയും അപ്പൂപ്പനെയൊക്കെ തന്നെ അവസാനം എന്റെ പ്രോഗ്രാമിന് ടിക്കറ്റ് എടുത്ത് കൊണ്ട് കാണിക്കേണ്ട ഒരു അവസ്ഥയിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിമിത്തമായി ഞാൻ കരുതുന്നു. കാരണം അത്രയും ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു അമ്മയുടേത്. അപ്പൊ കൊച്ചിച്ചൻ തന്നെ ആദ്യം ഇങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിമിലേക്കൊക്കെ വരുമ്പം പരിചയപ്പെടുത്തുന്നത്, അപ്പൂപ്പൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണോ, ഇത് കഴിയുമ്പം പറയരുത് ഈ ആളെ ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ആ വാക്ക്, കാരണം വളരെ ചെറുപ്പത്തിലേ ഞാൻ വന്നതാണല്ലോ, അപ്പൊ അതെനിക്ക് പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം.
ഇത്രയധികം, അതായത് നമ്മളുടെ കലാപരമായ എല്ലാ മേഖലകളിലും കൈവച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതും ഈ പ്രായത്തിലും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയുടെ കട്ട സപ്പോർട്ടാണ്. ഹസ്ബൻഡ് സനലർജുനാണ്, പിന്നെ മകൾ ധ്വനി. അപ്പൊ എനിക്ക് തോന്നുന്നു മോള് ഇവിടെ 10 വയസ്സ് തൊട്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവള് ചെറുപ്പത്ത് തൊട്ട് 3 വയസ്സ് തൊട്ട് ഞാൻ ഈ പറഞ്ഞ അബുദാബി നാടക മത്സരത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ രാത്രി ഒന്നും ഉറക്കം ഉണ്ടാവില്ല. പിറ്റേന്ന് അവള് സ്കൂളിലും രാവിലെ വിടണം. കാരണം ഞങ്ങള് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 2 മണിയൊക്കെ ആവും. എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകും. പക്ഷെ അവളുടെ ഒരു മൊബൈൽ കൊടുത്താൽ അവളൊരു സൈഡിൽ സൈലന്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കലാരംഗത്ത് എന്തെങ്കിലുമൊക്കെ വിവാഹശേഷം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഹസ്ബൻഡിന്റെ, ഇവരുടെ 2 പേരുടെയും കട്ട സപ്പോർട്ട് കൊണ്ടാണ്. ഇപ്പോഴും എന്തെങ്കിലും എഴുതാനിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര മടിച്ചാണ്, എഴുതാൻ എനിക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കും. പക്ഷെ അവൾ പറയും എനിക്ക് കൃത്യമായിട്ട് അമ്മ ഇത് എഴുതും, അമ്മ എഴുതിയിരിക്കണം, ഇത്ര ദിവസത്തിനകത്ത് എനിക്കത് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്രിറ്റിസൈസറുമാണ് മോള്. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രചോദനം, ഫാമിലിയുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. അത് പറയുമ്പോൾ എനിക്ക് നാടിനെ കുറിച്ച് പറയേണ്ടി വരും. കാരണം കാരണം എന്റെ പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തൊന്നും അങ്ങനെ വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല. അപ്പോ നാട്ടുകാരായിരുന്നു അന്ന് ആ സമയത്ത് ഞാൻ നാട്ടിലെ കണ്ണിലുണ്ണി ആയിരുന്നു. അപ്പോ ഇവരെന്താ പറയാ, ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനം വന്നാലും ഇവർ പുറത്തുനിന്ന് വലിയ ആർട്ടിസ്റ്റിനൊന്നും വിളിക്കത്തില്ല. അവർ പറയും നമ്മുടെ കൊച്ച്, നമ്മുടെ സ്വന്തം കൊച്ച്. അത് വേറെ മതവിഭാഗമാണ്, എന്നിരുന്നാൽ പോലും അവര് അങ്ങനെയുള്ള ഒരു ഇതും എന്താ പറയാ, ഒരു പാർഷ്യാലിറ്റി ഒന്നും അവരവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ അവര് പറയും നമ്മുടെ കുട്ടിയുണ്ടല്ലോ, അവളുടെ ഡാൻസ് പ്രോഗ്രാം തൊട്ട് നമുക്ക് തുടങ്ങിയാൽ മതി. അങ്ങനെ ഒരു നാട്ടിൽ നിന്നും വളരെ എനിക്ക് നല്ല പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു കലയിൽ എത്താൻ പറ്റിയത്. അല്ല, ശരിക്കും ഒരു നാട് മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറയുന്ന അതിലും വലിയൊരു ബ്ലെസ്സിങ് വേറൊന്നുമില്ല. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു? ചെറുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആള് ഡോക്ടർ, ഇപ്പം ഡോക്ടറാണ്. പുള്ളിക്കാരത്ത് വെറുതെ എനിക്കൊരു സബ്ജക്ട് ടോപ്പിക്ക് തരും, എന്നിട്ട് എന്നോട് പറയും പിറ്റേന്ന് ഇത്ര ഇത് എഴുതിക്കൊണ്ട് വരണം. കവിതയായിരുന്നു. അപ്പൊ അത് പരിചയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മുമ്മയുടെ സ്കൂളിലാണ് പഠിച്ചത്, ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ഏജിന്റെ പ്രശ്നം വന്നതുകൊണ്ട് അവിടെ 10 എഴുതാൻ പറ്റിയില്ല. കാരണം അവരുടെ ഇതനുസരിച്ചിട്ട് എനിക്ക് ഏജ് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ എന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് 10 മാറ്റണം. അപ്പൊ ഈ സ്കൂളിലെ കലാതിലകമായതുകൊണ്ട് ഇവരെന്നെ അങ്ങോട്ടേക്ക് മാറ്റാൻ താല്പര്യം ഇല്ല. പക്ഷെ എന്റെ ഒറ്റ വാശിയുടെ പുറത്ത് ഞാൻ ആ ഗവൺമെന്റ് സ്കൂളിൽ 10ാം ക്ലാസ് എഴുതാനായിട്ട് ചേർന്നു. അങ്ങനെ കിട്ടിയ ഫ്രണ്ടാണ് ഡോക്ടർ. അപ്പോ പിന്നെ പുള്ളിക്കാരത്തി വഴിയാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി തുടങ്ങിയത്. അങ്ങനെ അത് പിന്നീട് വലുതായപ്പോഴും ഞാനിങ്ങനെ തിരക്കഥകൾ, നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ, അപ്പൊ മോള് ഷോർട്ട് ഫിലിം ചെയ്യും. അപ്പൊ അവൾ എനിക്ക് കഥ, എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വേറൊരാൾ ആശ്രയിക്കണ്ടല്ലോ. അങ്ങനെ ഞാനും അവളും കൂടി തന്നെ സംസാരിക്കും. കാരണം അവൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ ഞാൻ അങ്ങനെ തിരക്കഥ എഴുതി. അങ്ങനെയാണ് നാടകവും. ഈ കണ്ണകി, വൈശാലി തിരക്കഥ എഴുതിയത് ഞാൻ തന്നെയാണ്. അപ്പം എടുത്ത സബ്ജക്റ്റുകളൊക്കെ വളരെ സൂപ്പറാണ്. കാരണം കണ്ണകി, വൈശാലി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീ ശക്തിയുടെ ഒരു കണ്ണകി എന്ന് പറഞ്ഞ ചിലപ്പതികാരം, അത് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഒരു സ്ത്രീ ശക്തിയുടെ ഒരു പുരം മൊത്തം ചുട്ടുകരിച്ച ഒരു സ്ത്രീയാണ്. വൈശാലിയും വേറൊരു തരത്തിലാണെങ്കിൽ പോലും ഒരു രണ്ടും വുമൺ ഓറിയന്റഡ് ആണ് രണ്ടും. അപ്പം അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യം. ഇപ്പൊ അടുത്ത ഒന്നും കൂടി എഴുതി കഴിഞ്ഞു. ഞങ്ങള് ഓൾറെഡി അതിന്റെ ഈ പറഞ്ഞ പോലെ റിഹേഴ്സൽ ആകുമ്പോഴത്തേക്ക് അടുത്ത വേറെ എന്തെങ്കിലും സബ്ജക്ട് ആയിട്ട് ഞങ്ങൾ അതിലേക്ക് പോകും. ഇപ്പൊ എടുത്തിരിക്കുന്നത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ അത് ഞങ്ങൾ കുറച്ചു ചെയ്തു. പിന്നീട് അതിനിടയ്ക്ക് പിന്നെ വേറെ വൈശാലിയുടെ രണ്ടാമത്തെ ഒരു സ്റ്റേജും കൂടെ, രണ്ടാമതല്ല വൈശാലിയുടെ വേറെ സ്റ്റേജും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിലേക്ക് തിരിഞ്ഞു. ഇപ്പം ഞാൻ അബുദാബി നാടക മത്സരത്തിൽ സുവീരൻ സാർ, ഇവിടെ പറയുമ്പോ ഞാൻ പറയേണ്ടത് പ്രേമലേഖനത്തിലെ സാറാമ ഞാനാണ് ചെയ്തിരുന്നത്. പിന്നെ മിസസ് പിച്ചം എന്ന് പറഞ്ഞിട്ട് അബുദാബി നാടക മത്സരത്തിൽ മുമ്പ് സജീവമായിരുന്നു. അപ്പൊ ചെയ്തു. ഇപ്പം ഗലീലിയോയിൽ സാർത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് തോന്നുന്ന നാടിനെ കഴിഞ്ഞും നമ്മളുടെയൊക്കെ ഒരു ഏജിലൊക്കെ ഉള്ള ഒരു സ്ത്രീകൾക്ക് ഈ ഒരു നാടകത്തിലാണെങ്കിലും അല്ലെ, ഇവിടെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഈ പ്രവാസി മലയാളികൾക്കിടയിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആഘോഷങ്ങളാണ്. ക്രിസ്മസ് ആണെങ്കിലും, ന്യൂ ഇയർ ആണെങ്കിലും, വിഷു ആണെങ്കിലും, പെരുന്നാളാണെങ്കിലും, ഓണം, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ അടുത്ത ഒരു ആഘോഷം നമുക്ക് വരും. അപ്പൊ അതിലൊക്കെ നമ്മളെ പോലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കൊണ്ടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ പ്രവാസ ലോകത്ത് ഇത്രയധികം നമ്മള് ഇഷ്ടപ്പെടുന്നത് അല്ലെ. അതെന്താണ് തോന്നുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഇവിടെ?
അത് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ UAE തന്നെ മുന്നിൽ നിർത്തണം. കാരണം സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അത് നമുക്ക് നാട്ടിലൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഏത് അർദ്ധരാത്രിയിലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം. നാട്ടിലിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു 5 മണി കഴിഞ്ഞാൽ പോലും നമുക്കൊരു ബസ് സ്റ്റാൻഡിൽ സുരക്ഷിതമായിട്ട് നമ്മൾ സുരക്ഷിതരല്ല, അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയില്ല. നമുക്ക് ഏത് അസമയത്തും നമുക്ക് ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ ആഘോഷങ്ങൾ, അതിൽ സ്ത്രീകളാണ് സജീവം. നമ്മുടെ നാട്ടിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സംഘടനയുടെയും പ്രസിഡന്റോ സ്ത്രീകൾക്കാണ് മുൻഗണന. അതാണ് നമ്മള് ഈ അറബ് നാടിനെ നമ്മൾ ഇവിടുത്തെ ഭരണാധികാരികളെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആഘോഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് വേദികൾ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഓണം എന്ന് പറയുന്നത് വെറും 1-2 ദിവസത്തിൽ ചുരുങ്ങും. ഇവിടെ നമ്മൾ ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റ് തൊട്ട് തുടങ്ങുന്ന ഓണാഘോഷ പരിപാടി നമ്മൾ ഡിസംബർ വരെ ക്രിസ്മസ് വരെ കൊണ്ടെത്തിക്കും. പിന്നെ വരുമ്പോഴാണ് ന്യൂ ഇയർ വരുന്നത്. അതുവരെയും നമുക്ക് എല്ലാ ദിവസവും ഓണാഘോഷ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും നമുക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നു. അത് നമ്മുടെ UAE മാത്രം. നമ്മള് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നമ്മൾ എത്ര സത്യമായിട്ടും അതൊരു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. വി ഹാവ് ടു റെസ്പെക്ട് ദ റൂളേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് UAE, ദ ഫ്രീഡം അല്ലെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫ്രീഡം. നമ്മൾക്ക് ദേവി പറഞ്ഞ കറക്റ്റ് ആണ്. ഈ റംസാൻ ടൈമിലൊക്കെ നമ്മളുടെ ജോലി കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തുമ്പോൾ 1 മണി, വെളുപ്പിന് 1 മണി 2 മണിയാവും. നമുക്കൊരു പേടിയില്ല. നമ്മൾ ആ വഴിയിലൂടെ തനിച്ച് നമ്മൾ നമ്മുടെ ഫ്ലാറ്റുകളിൽ എത്തുന്നു. ഇവിടെ നമ്മളെ തുറിച്ചു നോക്കാനോ നമ്മളെ കമന്റ് അടിക്കാനോ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാനോ ഒന്നും ഇവിടെ ആരും മുതിരില്ല. കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ നിയമങ്ങള് അത്ര സ്ട്രോങ് ആണ്. ഇപ്പൊ നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ ഒരു മോശം പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഓരോ സ്ത്രീയോടും ഇവിടെ മോശമായിട്ടൊരാൾ സംസാരിക്കാട്ടെ, അവരെ മോശമായ ഒരു കണ്ണോടെ നോക്കിയാട്ടെ, ഒന്ന് തൊടാനോ പറ്റാത്ത ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. വി ആർ വെരി പ്രൗഡ് ടു സേ ദാറ്റ്. അവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ്, എവറിത്തിങ് ദേ ആർ റെസ്പെക്ടിങ് വുമൺ, ദേ ആർ സപ്പോർട്ടിങ് us. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ചും പ്രവാസി വനിതകൾക്ക്, മലയാളികൾക്ക്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഹിന്ദുവെന്നോ മുസൽമാനോ എന്നില്ല. ഇവിടുത്തെ രാജ്യം നമുക്ക് ഒരു പാർഷ്യാലിറ്റിയും തരുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു അറബി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫേമിലാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലേഡി ആണെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മളെ ബാക്കിലോട്ട് നിർത്തുന്നില്ല. ഇപ്പൊ ഒരു മീറ്റിംഗിലായാലും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർ തരുന്നുണ്ട്. അത് അവര് നല്ലതാണെങ്കിൽ അവരത് എടുക്കുകയും ചെയ്യും. അത് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രവാസി ആയതിന്റെ പേരിൽ നമ്മൾ നാട്ടിലെത്തുമ്പോൾ അവര് നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ഇവര് പ്രവാസികളാ എന്നുള്ള എന്തോ ഒരു എനിക്ക് തോന്നില്ല, നമ്മളെ ഒതുക്കി നിർത്തുന്നത് അത് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ കൊറോണയുടെ ടൈമിൽ പോലും നമ്മൾ എപ്പോഴും പറയും ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. സംഭവം സത്യമാണ്. നമ്മൾ ഇവിടുന്ന് കോടികളാണ് കിട്ടുന്നില്ല. ഓരോ വിയർപ്പൊഴുക്കി നമ്മൾ രക്തം വിയർപ്പാക്കി നമ്മൾ പ്രവാസികൾ ഇവിടെ പണിയുന്ന പൈസ മൊത്തം നാട്ടിലേക്കാണ് വരുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ഒക്കെയാണ്. പക്ഷെ പ്രവാസികൾക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് കൂടെ നിൽക്കാനായിട്ട് ഉള്ള നിയമങ്ങളും കുറവാണ്. നമ്മളെ അംഗീകരിക്കാനുള്ള നിയമങ്ങൾ കുറവാണ്. നമ്മൾക്കൊരു പെൻഷനൊക്കെ പറച്ചിലുണ്ട്. എനിക്കറിയില്ല ഇത് എത്രത്തോളം ആൾക്കാർക്ക് ഇതൊക്കെ അനുഭവത്തിൽ കിട്ടുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ മതം, ജാതി മതം, താങ്ക് ഗോഡ് ഇതൊരു മുസ്ലിം കൺട്രിയാണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു നമ്മളെ ചേർത്ത് പിടിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷെ നമുക്ക് നാട്ടിലോട്ടൊക്കെ ഒരു സങ്കടകരമായ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷെ പറയാതെ വയ്യ. നാട്ടിൽ ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു മുസ്ലിം കൂട്ടുകാരിയുടെ വീട്ടിൽ പോയാൽ ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. ഇപ്പൊ അങ്ങനല്ല. സന്ധ്യ റസിയ എന്ന് പറയുന്ന മുസ്ലിം കൂട്ടുകാരിയുടെ അവിടെ എല്ലാത്തിലും നാട്ടിൽ കാണുന്ന ഒരു മതം കുത്തിത്തിരികാണ്. എന്ത് പ്രശ്നം വന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ തമ്മിൽ ഇതിലൂടെ ഇങ്ങനെ നമ്മളെ പറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ അതേപ്പറ്റി അവയർനെസ് ആയിരിക്കണം. ഈ ഒരു രാജ്യമാണ് ഏറ്റവും വലിയ മാതൃക അതിന് തന്നെ. കാര്യം വെച്ചാല് ഇവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല. നമ്മള് ഒറ്റക്കെട്ടാണ്. പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഈ രാജ്യം അതിനൊരു കുടയായിട്ട് നമുക്ക് നിൽക്കുകയാണ്. സോ നമ്മളെ ഹൃദയത്തിൽ നിന്നും UAEക്ക് എല്ലാ ബ്ലെസ്സിങ്സും
ബ്ലെസ്സിങ്സും. ഇത് പുതുവർഷമാണ് UAE ഈ ഒരു വർഷം അല്ലേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കാരണം നമ്മുടെ ചർച്ച വേറൊരു തലത്തിലേക്ക് വഴിതിരിഞ്ഞ് വേറെ പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത ഇതിലേക്ക് വരാം. മോളുടെ പേര് ധ്വനി എന്നാണ്. ഒരു സാംസ്കാരിക സംഘടനയുടെ ചെയർപേഴ്സൺ ആണല്ലോ, ഫൗണ്ടർ ആൻഡ് ചെയർപേഴ്സൺ ആണ്. ധ്വനി തരംഗം എന്ന് പറയുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയുണ്ട്. അതിലൂടെ ഒരുപാട് അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഫൗണ്ടറാണ്, ചാരിറ്റിയും ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടനയിലേക്ക് എത്തിച്ചേർന്നത്? ഇത് മോള് ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പം, ഞാൻ കലാകാരിയാണെങ്കിലും അന്ന് ഇവള് കലാകാരി ഒന്നും ആയിട്ടില്ല, നമ്മൾ ആരോ തിരിച്ചറിഞ്ഞിട്ടുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മുടെ അബുദാബി മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു അസ്തമയം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പൊ അന്നേരം ഒരാള് അതിന്റെ ഡയറക്ടർ പറയുകയാണ് മോളെ കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, മോള് ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതിലേക്ക് ഇവള് വളരെ അസാധ്യമായിട്ട് ചെയ്തു. അതുപോലെ ഞങ്ങളൊരു ഡ്രാമ ചെയ്തു, മിറർ എന്ന് പറയുമ്പോൾ ഒരു ഡ്രാമ ചെയ്യുമ്പോൾ അതിൽ എന്റെ കുഞ്ഞായിട്ടാണ്, അന്നും എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സൊക്കെ ഇവൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവള് വളരെ അസാധ്യമായിട്ട്, അന്ന് ബാലതാരത്തിനുള്ള അവാർഡ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പക്ഷെ അവൾക്ക് തന്നെ കിട്ടും. പക്ഷെ സദസ്സിന്റെ മൊത്തം കയ്യടിയും ഈ നാടകം തീരുമ്പം ഇവളെയാണ് എല്ലാവരും എടുത്തോണ്ട് പോയത്. കാരണം അതില് അച്ഛനും അമ്മയും വഴക്കിട്ടിട്ട് പിന്നെ അമ്മ മോളെയും കൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഇവള് അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇവളുടെ കഴിവ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ സൂര്യൻ സാറിന്റെ നാടകത്തിൽ തൊട്ടിൽ കിടന്ന് അഭിനയിക്കുന്ന പ്രായത്തിൽ അവള് നാടകം അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഒരു നിമിത്തമാണ് ഇതൊക്കെ. അപ്പൊ ഞങ്ങൾക്കറിയില്ല, കാരണം ഇവള് മാതറക്കില്ല, വളരെ സൈലന്റ് ആയിട്ടുള്ള മോളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവൾക്കുള്ള ഒരു കലാവാസനം ഒന്നും അറിയില്ല. പക്ഷേ അപ്പൊ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ പറയും ഇങ്ങനെ കല കൊണ്ട് മാത്രമൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പൊ എപ്പോഴും അതും കൂടി പഠിത്തം കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ അവളെ എന്നെയൊന്നും അങ്ങനെ പിടിച്ചു നിർത്തി ഒന്നും പഠിപ്പിച്ച ഒരു അനുഭവം എനിക്കില്ല. അപ്പൊ ഞാനും അതുപോലെ അവള് 9th വരെ ഒന്നും ഞാൻ അവളെ ഫ്രീഡം കൊടുത്തിട്ടാ ഓരോരുത്തരും അവരുടേതായ, കാരണം എന്നെ അങ്ങനെയാ വളർത്തിയത്. എനിക്ക് സകല ഫ്രീഡവും തന്നാണ് അന്ന് നാട്ടിൽ വളർത്തിയത്. കാരണം അത്രയും എനിക്ക് തോന്നുന്നു നാട്ടിൽ ആദ്യമായിട്ട് സ്കൂട്ടറും സൈക്കിളും ഒക്കെ യൂസ് ചെയ്ത ഒരാള് ഞാനാണ്. അപ്പൊ ഒരു ആൺകുട്ടിയെ മാതിരി എനിക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ബോയ്സ് ആയിരുന്നു. അപ്പൊ അതിലൊന്നും സിനിമാ തിയേറ്ററിൽ പോയാലും ഞാൻ ഒറ്റയ്ക്ക് പോയി കാണും, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പൊ എനിക്കങ്ങനെ ഒരു മോശം അനുഭവമോ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നിറം സിനിമ പോലെ ഒരു ജീവിത സ്റ്റൈലായിരുന്നു. കാരണം എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ അവര് മതം വേറെയാണ്, എന്നിട്ട് പോലും അവരാണ് എന്നെ സൈക്കിളും ഈ സ്കൂട്ടറും ഒക്കെ പഠിപ്പിക്കുന്നതും. ഞങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു. എവിടെ പോയാലും അവന്റെ ഒപ്പമാണ് ഞാൻ ഈ പറയും പോലെ സ്കൂളിലും ഇതിലൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കെട്ടിച്ചു തരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ, എപ്പോഴും നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. ഇന്നത്തെ കുട്ടികളോടും എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് അറിഞ്ഞു തരുന്ന സ്വാതന്ത്ര്യം, അത് മിസ്യൂസ് ചെയ്യരുത്. അവരുടെ വിശ്വാസം എപ്പോഴും കാത്തു രക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ ആ ഒരു ലെവലിലായിരുന്നു. അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ലവേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇവരെയൊക്കെ തെറ്റിക്കലാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. കാരണം എന്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തനി നാടനാണ്. ഇവിടെ വന്നിട്ട് ഞാൻ തനി നാടൻ സ്റ്റൈലാണ് പോളെ. എല്ലാരും ചോദിക്കും ദുബായിലല്ലേ, എന്നിട്ടെന്താ? ഞാൻ പണ്ടേ സീരിയലിലൊക്കെ അഭിനയിച്ച് ഭയങ്കര മോഡേൺ ആയിട്ട് വളർന്ന ഒരാളാണ്. എന്നിട്ട് എനിക്ക് ഈ നാടൻ ശൈലി, എന്റെ കൂട്ടുകാരെല്ലാം പറയും ഇതൊരു പഴഞ്ചൻ ചിന്താഗതിയാണ്. ഞാൻ പ്രണയിച്ച് പോകാൻ കഴിക്കുന്നതിനെ എതിർക്കും. കാരണം നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ എന്ത് പ്രതീക്ഷയിലാണ് വളർത്തുന്നത്. ഒരു കുഞ്ഞിന്റെ കൈ വളരുന്നോ, കാൽ വളരുന്നോ, ആൺകുട്ടി ആവട്ടെ അത് പെൺകുട്ടി ആവട്ടെ, വളർത്തിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ എന്താ പറയാ ഇഷ്ടങ്ങൾക്ക് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിനെ ഞാൻ എന്താ പറയാ ബഹുമാനിക്കുന്നു. അത് മാത്രമേ എനിക്ക് എല്ലാ കുട്ടികളോടും പറയാനുള്ളൂ. അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോള് പിന്നെ 10 വയസ്സായപ്പോ ഒരു ഷോർട്ട് ഫിലിം അവിടെ ഷാജ ഇന്ത്യൻ സ്കൂളിൽ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഷോർട്ട് ഫിലിം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് വീട്ടിൽ നിന്ന് ഒരു ക്യാമറ, അന്ന് ആർക്കും ക്യാമറ ഒന്നും കൊടുത്തു വിടത്തില്ല. അപ്പൊ അച്ഛൻ ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടെ, അച്ഛൻ പിന്നെ ഫുൾ സപ്പോർട്ടാ, മോള് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയപ്പോ ഇവളെന്തായാലും ക്യാമറ എടുത്തു. അപ്പൊ പിന്നെ എല്ലാ കുട്ടികൾക്കും അഭിനയിക്കണം എന്നായിരുന്നു. അപ്പൊ ഇവക്ക് എനിക്ക് അഭിനയിക്കണം, ഞാനപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യാമറ ചെയ്തോളാം. ഓക്കെ, അപ്പം ഡയറക്ഷനും നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് കിട്ടി. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങൾ ഈ ധ്വനിതരംഗം രണ്ടാമതും കിട്ടി. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ ഈ ധ്വനിതരംഗം എന്നുള്ള ഒരു എന്താ പറയാ ഒരു സംഘടന രൂപീകരിക്കാൻ. കൾച്ചറൽ. അപ്പൊ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു നമുക്കൊരു സംഘടന, നല്ലൊരു വെറൈറ്റി പേരുമാണല്ലോ, നമുക്ക് ഇങ്ങനെ ഇതിന്റെ ബാനറിൽ ഒരു സംഘടന. അങ്ങനെ ഞങ്ങള് അത് സംഘടന ഫോം ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ചാരിറ്റിയും മറ്റു പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഇപ്പോഴും കഴിഞ്ഞ ഓഗസ്റ്റ് 30-ന് ഞങ്ങള് പിന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ആദ്യത്തെ ഓണപരിപാടി ഞങ്ങളുടെ ധ്വനിതരംഗത്തിന്റെയാണ്. അതിൽ ഞങ്ങള് രഞ്ജിത്ത് ഉണ്ണി, സന്തോഷ് കീഴാറ്റൂര്, പിന്നെ നമ്മുടെ രമ്യ ഹരിദാസ്, MG അതും ഞങ്ങള് പ്രോഗ്രാം വളരെ വൻ വിജയമായിരുന്നു. കാരണം UAE-ല് ഒത്തിരി പ്രവാസ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് 100ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഇന്ന സെക്ഷൻ എന്നില്ല, പാട്ട്, നൃത്തം, നാടകം, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി പ്രോഗ്രാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വൻ വിജയമായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. ആദ്യം നടത്തിയ പരിപാടി അറ്റ്ലസ് രാമചന്ദ്രൻ സാർ ആയിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. അത് അന്നേരം സാറ് ജയിലിൽ നിന്ന് ഇറങ്ങിയ, പുള്ളിയെ പ്രത്യേകം എടുത്തു പറയണം, കാരണം പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയമാണ് ഞാൻ പോയി കാണുന്നത്. പുള്ളി അന്ന് പരിപാടിക്കൊന്നും വേറെ പരിപാടി, ആദ്യത്തെ പരിപാടിയാണ് ഞങ്ങളുടേത്. അപ്പൊ പറഞ്ഞു, ഇല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ വരാൻ. പക്ഷെ മോളുടെ പരിപാടി ആണ് എന്ന്, 14 വയസ്സായ കുഞ്ഞിന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞപ്പോൾ സാർ ആ പരിപാടി ഏറ്റെടുക്കുകയും വരികയും ചെയ്തു. അവളുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് സാർ വൈശാലിയെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര നല്ലൊരു ബ്ലെസ്സിംഗ് ആണ് സാറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ആ ഒരു ഇതുകൊണ്ടാണ് സാറിന്റെ മരണശേഷം ഞങ്ങൾ വൈശാലി സിനിമ പോലെ അല്ല, ഞങ്ങളുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തികച്ചും ഞാൻ ഇതിൽ നിന്ന് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ വൈശാലി സാറിന്റെ ഒരു എന്താ പറയാ, സാറിനോടുള്ള ആദരവായിട്ടാണ് ഞങ്ങൾ ആ നാടകം വൈശാലി എടുത്തു ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമയത്ത് ധ്വനിമോൾക്ക്, ധ്വനി എന്നാണ് പേര്, ധ്വനി എസ് ദേവി, നമ്മള് ഒരു വലിയ അഭിനന്ദനങ്ങള്. ഷി ഡിസേർവ് ഇറ്റ്. നമ്മുടെ ചാനലിന്റെ ആയിട്ട് പ്രവാസി മലയാളികൾക്ക് വേണ്ടി, കുഞ്ഞു കുട്ടിയാണല്ലോ, എത്ര വയസ്സുണ്ട് ഇപ്പം? ഇപ്പൊ 21 വയസ്സുണ്ട്. 14 വയസ്സില് അംഗീകാരങ്ങൾ, 10 വയസ്സ് തൊട്ട് അതില് അവാർഡുകൾ, 10 വയസ്സല്ല 3.5 വയസ്സ് തൊട്ട്, 3 വയസ്സ് തൊട്ട് ആള് തൊട്ടിൽ കിടന്നപ്പോ തൊട്ട് അഭിനയിച്ചു തുടങ്ങി. അതിലൂടെ സേവയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് 5 വയസ്സിലാണ്. പിന്നെ ബാലതാരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിൽ. ഡയറക്ഷൻ തുടങ്ങിയത് 10 വയസ്സ് അവാർഡ് കിട്ടി. പിന്നെ നിക്കോന്റെ ബെസ്റ്റ് ഫിലിം ഡയറക്ടർ അവാർഡ് കിട്ടിയത് 14 വയസ്സിലാണ്. അതിൽ കൂടുതലും 9 ആൺകുട്ടികളായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ധ്വനിക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ബ്ലെസ്സിങ്സുകളും നമ്മൾ തരുകയാണ്. കാര്യം ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീജനങ്ങള് അധികം എത്തിപ്പെടാത്ത ഒരു മേഖലയാണ്. വളരെ പരിമിതമായ ഡയറക്ടേഴ്സ് ഒക്കെയാണ് മലയാളത്തിലുള്ളത്. വിജയിച്ചവരൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പം ആളെ അറിയപ്പെടുന്ന ഒരു വുമൺ ഡയറക്ടറായിട്ട് മാറാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. മോക്ക് എല്ലാ ഭാവങ്ങളും വലിയ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഓൾസോ. ഇതല്ലാതെ മറ്റേതെങ്കിലും സംഘടനകളിൽ ഉണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മാനസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഷാർജയിൽ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകളുടേതായി മാത്രമായി മനസ്സിനി എന്നുണ്ട്. അതിൽ ഞങ്ങൾ ഒരുപാട് ചാരിറ്റി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ മാനസിന്റെ ഈ വർഷമല്ല, ഞാൻ പഴയ വനിതാ കൺവീനർ ആയിരുന്നു. പിന്നെ കടയ്ക്കൽ ഒരുമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിന്റെ 5 വർഷത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ സിൽസില എന്ന് പറഞ്ഞ മുൻപൊരു സംഘടന ഉണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ കലാപരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്വരുമ, അതിനെ കുറിച്ച് സംഘടനകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതുപോലുള്ള കലാസാംസ്കാരിക സംഘടന. അപ്പൊ കലാസാംസ്കാരിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. സാഹിത്യത്തിലേക്ക് നോക്കാം. എഴുത്തിലേക്ക് കടന്നിട്ടുണ്ടോ? എഴുതാൻ വല്ല പരിപാടി ഉണ്ടോ? ഇല്ല, എഴുതണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോകും. അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എഴുതാൻ കഴിയും. നാടകവും ഇതുമൊക്കെ ആയിട്ട്. കാരണം ഒന്നിൽ എഴുതണം എന്ന് വെക്കുമ്പോഴായിരിക്കും അടുത്ത ഒന്നുകിൽ ഒരു സംഘടനയുടെ പരിപാടി വരും. അപ്പൊ അത് ഫുള്ള് നമ്മുടെ തലയിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അടുത്ത വേറെന്തെങ്കിലും ഒരു ഡ്രാമ വരും, അല്ലെങ്കിൽ പിന്നെ ഡാൻസ് പ്രോഗ്രാം വരും. അപ്പോഴത്തേക്കും നമുക്ക് നടക്കും. ഈ കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കഥകളി പെർഫോം ചെയ്തു. സ്കൂൾ ലെവലിൽ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. A ഗ്രേഡും 5 പോയിന്റും. ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും കഥകളി? ഇല്ല, ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല. അപ്പം കുറെ ടച്ച് പോയി. പിന്നെ ഗുരുനാഥൻ, ഞാൻ 5 വർഷം കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റില്ല. 2.5 വർഷം ആയപ്പോ തന്നെ ഗുരുനാഥൻ മരണപ്പെട്ടു. പിന്നെ ഞാൻ വേറെ ആരുടെ കീഴിലും പഠിച്ചിട്ടില്ല. ഓക്കെ. ഇനി എന്താണ് മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ? എന്തൊക്കെയാണ്? ഏതാണ് പുതിയ നാടകം ഏതാണ് വരുന്നത്? പുതിയ നാടകം ഞാൻ പറഞ്ഞ ഇനിയിപ്പോ ഞങ്ങള് ഈ ഗലീലിയോ നാടക മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ പറയിപെറ്റ പന്തീരുകുലം നാടകം ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ മകള് വരുമ്പോ എപ്പോഴും ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ല കറക്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ അതിന്റെ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. പിന്നെ ഫ്യൂച്ചർ പരിപാടി, കാരണം കുറച്ച് ഞങ്ങള് ചാരിറ്റി സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം വേണ്ടത് നമുക്ക് ഒരു നാട്ടിലൊരു ചേച്ചി, ജ്യോതി ചേച്ചി, ഈ സാഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ബുക്ക് എഴുതി മാത്രം ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ചേച്ചിയാണ്. കാരണം ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി.
അപ്പൊ ചേച്ചിക്ക് ഒരു മകളുണ്ട്, മകളും ജോലിയൊന്നുമില്ല, ചേച്ചിയുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ വീട് നാട്ടില് ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ ജപ്തിയുടെ വക്കിലാണ്. അപ്പൊ അതാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒരു മെയിൻ പ്രോബ്ലം. അതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. അത് ആരെങ്കിലും കൊണ്ട്, കാരണം നാട്ടില് കൈയും കാലും ഉള്ളവരെയൊക്കെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. നമ്മള് ഒരു രാഷ്ട്രീയം പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും നാട്ടിലുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല അത് എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ചേച്ചി ഇനി മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്നാണ് എനിക്ക് അറിഞ്ഞത്. അപ്പൊ നമ്മൾ പ്രവാസികളാണ് കൂടുതലും ഇങ്ങനെയുള്ള എന്താ പറയാ മനുഷ്യത്വമുള്ള ആൾക്കാർ പ്രവാസികൾ എന്നാ പറയാറ്. അപ്പൊ ഞാൻ ഒരുപാട് അറിയാവുന്ന കുറച്ച് ബിസിനസ്സുകാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാശ് വെച്ചിട്ടെങ്കിലും ആ ചേച്ചിക്ക് 7 ലക്ഷമല്ല 10 ലക്ഷത്തിന്റെ കടബാധ്യതയാണുള്ളത്. ആ ചേച്ചി എടുത്തതല്ല, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങൾ എടുത്തിട്ട് ഇപ്പൊ അവരൊന്നും ഇല്ല, എല്ലാവരും മരണപ്പെട്ടു. അപ്പൊ ചേച്ചി ഈ ഒരു അവസ്ഥയിൽ ചേച്ചി മോളുമായിട്ട് എന്താ പറയാ കടവരാന്തയിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും കാരുണ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിച്ചാൽ അത് എന്താ പറയാ ഒരു വളരെ വലിയ ഒരു കാര്യമായിരിക്കും. കാരണം അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന വ്യക്തിയാണ്, ഒരിടത്തും പോയി നടന്ന് അവർക്ക് കരുണ ചോദിക്കാൻ കഴിയില്ല. അപ്പോ ഞാനത് ശ്രമിക്കുന്നുണ്ട്. ഇനി ബാക്കി ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് എന്റെ ഒരു അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആളുടെ പേരെന്തായിരുന്നു? ജ്യോതി ശ്രീനിവാസ്. ആളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒറ്റമുറിയിലെ സൂര്യൻ, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത്തവണ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ അത് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം നമ്മൾ പ്രവാസികൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നത്. ഒരു സഹായം ആവശ്യമുള്ളവരൊക്കെ എപ്പോഴും സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ പ്രവാസി മലയാളികൾ. ഇത് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നമുക്ക് ഒരിക്കൽ കൂടി ഇവർക്ക് വേണ്ടി ദേവി പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ സഹായമാണെങ്കിൽ പോലും അവർക്കൊരു വലിയ ഉപകാരം ആകും. അവരെ കടവരാന്തയിലേക്ക് ഇറക്കി വിടാതെ ആ വീട് നമ്മൾ പലപ്പോഴും അബദ്ധം പറ്റുന്ന ഇതാണ്. അവർക്ക് വേണ്ടി എടുത്തല്ല ഈ പൈസ, അവരുടെ ഹസ്ബൻഡിന്റെ പെങ്ങൾക്ക് വേണ്ടി എടുത്തു കൊടുത്ത പൈസയാണ്. എടുത്തിട്ടില്ല, ജാമ്യം നിന്നതാണ്. പക്ഷെ അവര് മരണപ്പെട്ടു. അപ്പം തീർച്ചയായും അത് ആ ജാമ്യം നിന്നവരുടെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തും. ഓർക്കുക, 2 കാലം നടക്കുന്നത് നമുക്ക് പോലും പലപ്പോഴും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടുപോകാറുണ്ട്. അപ്പൊ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് ശരിക്കും ആ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒറ്റമുറിയിലെ സൂര്യൻ അവർ തന്നെയാണ്. അപ്പം ആ സൂര്യൻ കരുത്തോടെ പ്രകാശിക്കട്ടെ, അത് കനൽ അണഞ്ഞു പോകാതെ. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി കൈകോർക്കാം. നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ വിചാരിച്ചാൽ ചെയ്യാനായിട്ട് പറ്റും. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ചെറിയ വീട്ടില് ഒറ്റമുറിയിലെ സൂര്യനായിട്ട് അവർക്ക് കഴിയാനായിട്ട് സാധിക്കും. നമുക്ക് അല്ലെ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതിനെന്തെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡോക്ടർ ദേവിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു 2ാം ജന്മത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നതെന്ന് ഞാനിങ്ങനെ കേട്ടു. ചെറുതിലെ ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നിരുന്നു, അത് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതെന്താ പറ്റിയത്? ആക്ച്വലി അത് ഞാൻ ചെറുപ്പത്തില് സ്കൂട്ടറിൽ പോകുമ്പം ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. അത് ഇച്ചിരി സീരിയസ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെ കണ്ണിലുണ്ണിയായിരുന്നു. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കി. അന്ന് പൊട്ടലൊന്നും അറിഞ്ഞില്ല. എന്റെ ഈ 2 ജോയിന്റും പോയി. ഇവിടുത്തെ അടിയിലത്തെ ജോയിന്റും ഇവിടെ ഒരു 5 സ്റ്റിച്ചും ഉണ്ട്. പക്ഷെ അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ജനസാന്ദ്രമായിരുന്നു. കാരണം എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ട, ഞാൻ പറയില്ലേ സൈക്കിളിൽ നടക്കുന്ന ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അടിയൊക്കെ ഉണ്ടായാൽ സാധാരണ ആൺകുട്ടികളാ പോയി നിൽക്കാറ്. ഇത് ഞാൻ അവിടെ പോയി നിൽക്കാറ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയാലോ. പക്ഷെ അവിടെ നിന്ന് അവർ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുകയായിരുന്നു. ഒരു 5 ദിവസം കഴിയുമ്പോഴാ എനിക്ക് വായിലൊക്കെ ഒരു സ്മെല്ല് വന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴാണ് അറിഞ്ഞത് ഈ 2 ജോയിന്റും ഓൾറെഡി പോയി. എനിക്ക് വെള്ളമൊന്നും കുടിച്ചിറക്കാൻ പറ്റുന്നില്ല. അവരന്ന് എക്സ്റേ ഒന്നും എടുത്തില്ല. അവർ പെട്ടെന്ന് ഇവിടെ മാത്രം അവരുടെ മിസ്റ്റേക്ക് അല്ല, തുന്നിക്കെട്ടി അവർ വിട്ടു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് ഈ 2 ജോയിന്റും പോയി, ഈ ഇതും പോയി. അപ്പൊ ഒരു മെഷീൻ അന്ന് അവിടെ എത്തിയിട്ടില്ല. ആ മെഷീൻ ഇറക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ഒരു നമ്മൾ കട്ടിക്കാൽ എന്നൊക്കെ പറയില്ലേ, ഏക്കർ പുരയിടം, അതൊക്കെ വിറ്റിട്ടാണ് നമ്മൾ ആ ഒരു ഇത്. കാരണം 10 മാസം ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു. കാരണം എനിക്ക് ഒന്നും ഭക്ഷണമോ ഒന്നും കഴിക്കാൻ പറ്റില്ല.
തല ഉയർത്തണം, ഒരാള് പിടിച്ചു പോക്കണം, കുളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതായിരുന്നു. അപ്പൊ ബോഡി പ്രോബ്ലം ഇവിടെ ഇത്രയും മാത്രം. അപ്പൊ ഇഞ്ചുറി ഒന്നും ഇല്ല, അതൊന്നുമില്ല. ഈ ഒരു ഇത് മാത്രം. കാരണം ഞാൻ വീഴുമ്പോ സ്പോർട്സ് സ്റ്റൈലിലാണ് വീണത്, താടി ഇടിച്ചിട്ടാ വീണത്. അപ്പൊ ഇച്ചിരി താടിയാന്ന് നീളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ഒന്ന് ചോദിക്കും, ഈ താടിയുടെ നീളം കുറയ്ക്കാൻ എന്തോ ചെയ്യും? അപ്പൊ അമ്മ വെറുതെ പറയും, നീ പോയി വീണാ മതി, എപ്പൊ താടി ഇടിച്ചങ്ങനെ ചുമ്മാ കളിയിൽ പറയാ. പക്ഷെ അത് എപ്പോഴും പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മള് എന്താണോ നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നമ്മൾ അതിനെ വിളിച്ചു വരുത്തുക എന്നാ പറയുന്നത്. നമ്മൾ അറിയാതെയാണ് പറയുന്നത്. പണ്ടുള്ളവർ പറയും നാവില് ഗുളികനിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ നാവിന് ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ഞാനെപ്പോഴും പറയും നെഗറ്റീവ് പറയരുത്. നമ്മുടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോലും നമ്മള് ഇപ്പൊ കയ്യിൽ കുറച്ച് കാശൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓ കൈ നിറച്ച് കാശിരിക്കുക, ഞാൻ കാശില്ല ഇല്ല ഇല്ല എന്ന് പറയും തോറും നമ്മൾ പറയുന്നത് നമ്മുടെ കേട്ടോണ്ടിരിക്കുക. ആ ഒരു ഞാനിങ്ങനെ കേട്ടിട്ടാണ് ഈ സീൻ ആൻഡ് അൺസീൻ വേൾഡ്. നമുക്ക് ഇപ്പൊ നമ്മള് കാണും, നമ്മള് സീൻ വേൾഡ് ആണ്, അതല്ലാതെ ഈ അൺസീൻ വേൾഡ്, ഈ കാണാത്ത ഒരു വേൾഡ് അൺസീൻ വേൾഡ് എന്താ പറയാ. അപ്പൊ നമുക്ക് ചുറ്റും ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് ഒന്ന് നെഗറ്റീവിന്റെ ഒന്ന് പോസിറ്റീവിന്റെ വൈബിൾ ആൾക്കാർ. ഇപ്പം നമ്മള് നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നല്ല കാര്യം പറയുമ്പോ ഈ പോസിറ്റീവ് വൈബിളുള്ള മാലാഖമാർ അപ്പോഴേ ചാടി എഴുന്നേറ്റത് സീല് ചെയ്യുമെന്ന് പറയുന്നു. ആ സമയം മറ്റവരിങ്ങനെ കിടക്കുക, നമ്മുടെ വായിന്ന് എന്താണ് നെഗറ്റീവ് വരുന്നതെന്ന് അറിയാം. നമ്മുടെ വായിന്ന് ഒരു നെഗറ്റീവ് വന്നു, ഇപ്പൊ നമ്മള് നീ പഠിക്കത്തില്ല, പിള്ളേരോടൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഒരു അമ്മേനെ നിലക്കൂടെ ഞാൻ പറയുന്നത്, നമ്മള് മക്കളോട് നീ നന്നാവില്ല, നീ നശിച്ചു പോകും, നീ പഠിക്കത്തില്ല, അങ്ങനൊക്കെ പറയുന്നത് അത് ശരിക്കും നമ്മൾ ആ കുട്ടികളിലേക്ക് അത് ഇൻപുട്ട് ചെയ്യാണ്. അത് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അത് ഒരു എനർജി ആയിട്ടങ്ങ് വരും. സോ പ്രത്യേകിച്ച് അത് കുട്ടികളുടെ മെമ്മറിയിലെ ലോഡ് ചെയ്യണം. അപ്പൊ അവരും അതിൽ നിന്ന് പിന്നെ അവർക്ക് റിക്കവറി അവരുടെ ഉള്ളിൽ അത് ഇൻബിൽട്ട് ആയിട്ടാവും. അവർ എന്തൊക്കെ നോക്കിയാലും അവർക്ക് അതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ അൺസീൻ വേൾഡിലുള്ള ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുട്ടീച്ചിനെ പഠിച്ചില്ലെങ്കിലും മോൻ പഠിച്ചോളും, മോൻ നന്നായിട്ട് വരും, എപ്പോഴും അങ്ങനെ പറയണം. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു പറയുന്നത് മക്കളോട് എപ്പോഴും പറയുന്നത് നന്നായിട്ട് വരും, ഏറ്റവും എന്താ പറയാ ഏറ്റവും ഉയർച്ചയിലെത്തും, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മള് മക്കളോട് ദേഷ്യം വരുമ്പോഴാ ഒരിക്കലും ഒരു അമ്മമാര് കുട്ടികളെ നശിക്കാൻ വേണ്ടി പറയില്ല. പക്ഷെ ഈ ദേഷ്യം വരും പഠിക്കാതൊക്കെ ഇരിക്കുമ്പോഴൊക്കെയാണ്. ഞാൻ അമ്മമാരോട് പറയണം അങ്ങനൊന്നും ഒരിക്കലും പറയരുത്. കുട്ടികൾ പഠിക്കും, അതൊക്കെ അവരുടെ ഒരു സമയത്തൊക്കെ അവർ ഏറ്റവും നന്നായിട്ട് വരും. പക്ഷെ നമ്മളുടെ ബ്ലെസ്സിങ്, പ്രത്യേകിച്ച് അമ്മമാരുടെ വാക്കിന് ഭയങ്കര പവറുണ്ട്. അപ്പൊ അത് കുട്ടികളോട് എപ്പോഴും എന്റെ മോൻ നന്നായി വരും, എന്റെ കുഞ്ഞ് ഏറ്റവും നല്ലതാവും, അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാര്യം നിസ്സാരം ഒരു കാര്യമാണ്, തമാശയായിട്ട് പറഞ്ഞാണ്. താടി കുറയ്ക്കണമെങ്കിൽ ഒന്ന് പോയി വീഴാൻ പറഞ്ഞു, അതുപോലെ വീട് താടിയുടെ നീളം കുറഞ്ഞു. ഞാൻ കറക്റ്റ് 10 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് നല്ല മുടിയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ കുളിക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ പൊന്തിച്ചെടുത്തുക അങ്ങനെയൊക്കെ ആയിരുന്നു. മീൻസ് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. അപ്പൊ എല്ലാം ഓരോ മണിക്കൂറും കരിക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ 10 മാസം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് കമ്പി ഇട്ടിട്ടാണ് അത് ഇവിടുത്തെ അതിനകത്ത്. അപ്പൊ ഭാഗ്യത്തിന് ഈ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നില്ല. സർജറി ചെയ്തിരുന്നെങ്കിൽ മുഖത്ത് പാട് വരും. അന്ന് ഈ സംഭവം ഒന്നും ആയിട്ടില്ല. അപ്പോ അപ്പോഴും ഞാൻ ഓരോ സൈഡ്, എനിക്ക് ഒരു സൈഡ് കോടൽ ഉണ്ടായിരുന്നു, അന്ന് ഒരു സൈഡ് കൊണ്ട് കോടിയിരുന്നു, പിന്നെ അതൊക്കെ ക്ലിയർ ആയി. അപ്പൊ അപ്പോഴും ഞാൻ ഒരു അനിൽ മേടയുടെ നീന കുറുപ്പ് ചേച്ചിയുടെ അനിയത്തിയായിട്ട് റോൾ ചെയ്യാം. അപ്പൊ അവരൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ആ സൈഡ് മാത്രം വെച്ചിട്ട്, മീൻസ് കോടലില്ലാത്ത സൈഡ് മാത്രം വെച്ചിട്ടാണ് ക്യാമറ ഷൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അന്നേരം ശിവരാത്രി സമയമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഇന്ദിരാന്ന് പറഞ്ഞു, ആ സമയത്ത് പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ശിവരാത്രി വന്നിട്ട് ആരും ഇലയുടെ ഉണ്ടാക്കിയില്ല. കാരണം വയണയപ്പം എന്ന് പറയില്ലേ, ആ സംഭവം സ്മെല്ല് വരും. അപ്പൊ അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരാളുണ്ട്, അത് ഭയങ്കര തികഞ്ഞ മദ്യപാനിയാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ ഇടപെടുന്ന ഒരു പ്രശ്നമാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ എന്റെ അച്ഛനൊക്കെ ഭയങ്കര കാമാൻ കൊയിട്ടാണ്, എപ്പോഴും പത്രം വായിച്ചിരിക്കുക, അമ്മയും അങ്ങനെയാണ്. കാരണം അറിയാലോ, ഒരു വലിയ ഫാമിലിയിൽ ജനിച്ചു വളർന്ന അമ്മയുണ്ട്. അപ്പൊ അതിന്റേതായ അമ്മ പുറത്തൊന്നും അങ്ങനെ അധികം പോയിട്ടുള്ള അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഈ തൊട്ട് മുന്നിലെ വീടാണ്. അപ്പൊ നമുക്ക് പരീക്ഷാ സമയമാകുമ്പോൾ പഠിക്കാൻ പറ്റില്ല. ഈ മാമൻ ഭയങ്കര മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും, അവരടുത്ത ആൾക്കാരാണ്, കുടുംബക്കാരാണ്. അപ്പോ ഈ അവിടുത്തെ ആന്റിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ 2 ട്വിൻസ് ആൺകുട്ടികളാണ്. തോർത്തിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി എന്ന് പറയും. ഇവര് ഭയങ്കരമായിട്ട് കഴുത്ത് മുറുകും. അപ്പൊ ഈ മോള്, ഒരു മോളുണ്ട്, ആ മോള് ഞങ്ങളുടെ ടെറസിന്റെ മണ്ടയിലാണ് വന്നിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന്ന് രക്ഷപ്പെട്ടില്ല. അപ്പൊ ആ കുട്ടി അതിൽ ഇടപെടാൻ പറ്റില്ല. അപ്പോഴ് ഈ നമ്മള് കാര്യം ചോദിക്കാൻ പോയി അവരൊക്കെ ഈ പുള്ളിക്കാരൻ ആരും പോവില്ല, മോശമായ ഇത് ഉപയോഗിക്കുക. അപ്പൊ ഞാനാണ് ഇടപെടുന്നത്. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ ഇടപെടും. ഞാൻ ആ മാമൻ അപ്പൊ തൃശ്ശൂർ സ്റ്റൈലിലാണ് സംസാരിക്കുക, അതേ ലെവലിൽ ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷെ ഞാൻ പിന്നീട് അറിയുന്ന ആ മാമൻ ഇത്രയും സ്നേഹം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും മാമ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തി അങ്ങ് അറ്റത്താക്കും. പിന്നെ കുറച്ച് സൈലന്റ് ആവും, അങ്ങനെയായിരുന്നു. അപ്പോ ഈ മാമൻ പോലും
അവിടെ വീട്ടിൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ്, ഇന്നിവിടെ ഇലയുടെ ഒന്നും ഉണ്ടാക്കണ്ട. അവര് പേടിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കുവോ, കാരണം അല്ലെങ്കിൽ ഈ മനുഷ്യൻ കൊന്നത്. അപ്പൊ വേണ്ട, കാരണം അതിന്റെ സ്മെല്ലടിച്ചാൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നും. ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ കരിക്ക് വെള്ളം, ഓറഞ്ച് ജ്യൂസ്, പിന്നെ കഞ്ഞി വെള്ളം, പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത 10 മാസം കഴിഞ്ഞപ്പോ പിന്നെ ഇച്ചിരി കൂടെ അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ റവക്കഞ്ഞി, റവക്കഞ്ഞി, പിന്നെ ബിസ്ക്കറ്റും പാലും അങ്ങനെയുള്ള ഭക്ഷണമായിരുന്നു. അപ്പൊ പറഞ്ഞത് എന്റെ ഒരു 2ാം ജന്മമാണ്. അപ്പൊ ഞാൻ ഭയങ്കര സംസാരപ്രിയയും പഠിപ്പിക്കുമ്പോഴൊക്കെ ഭയങ്കര സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊരു സാറ് പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് തരണം എന്ന് പറഞ്ഞു. അതിന്റെ 2ാം ദിവസവും ഞാൻ ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇതായി. അന്നേരം ഞാൻ നല്ലോണം വായിക്കും ലൈബ്രറിയിൽ നിന്ന്. അച്ഛന് വായന നിർബന്ധമാണ്. അപ്പൊ ഞാൻ എടുത്തോണ്ട് ദുരവസ്ഥ, ഞാൻ കിടക്കുന്നതിന്റെ മേളത്തെ കബോർഡിൽ ബുക്കിരിക്കുന്നു. അപ്പൊ സാറിനൊക്കെ അത് ഭയങ്കര സങ്കടം. ഞാൻ എഴുതി കാണിക്കുമായിരുന്നു ചെയ്യുന്നത്, സംസാരിക്കില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന്. പക്ഷെ എനിക്ക് ഭയം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ സമയം വേറൊരു ഡോക്ടറുടെ മകൾക്കും ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഇതിൽ തന്നെ എന്റെ അമ്മയുടെ ആങ്ങളയുടെ മാമി അവിടുത്തെ ഡോക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല അവരുടെ സഹോദരനും അവിടുത്തെ സീനിയർ പോസ്റ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. അല്ലെങ്കിൽ ഇത് ഊനിന്റെ ഇടയിലൊക്കെ പഴുപ്പ് കയറിയായിരുന്നു, പല്ലൊക്കെ എടുത്ത് മാറ്റേണ്ടി വരുമായിരുന്നു. എന്റെ ഓരോ പല്ലും ഗ്രൈൻഡ് ഒക്കെ ചെയ്തിട്ടാണ്, കാരണം ഇല്ലെങ്കിൽ ഇളകി നീണ്ടു വന്നായിരുന്നു, നല്ല ഭയാനകമായ. അപ്പൊ അതെല്ലാം അവരിങ്ങനെ എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തൊക്കെയാണ് എനിക്ക് ഈ ഷേപ്പിലേക്ക് എടുത്തത്. പൊട്ടാത്ത ഒരു മുഖത്തിന്റെ ഷേപ്പ് മാറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം മൊത്തവും അവിടെ ഇതായി ഡാമേജ് ആയി. അങ്ങനെ 10 മാസം. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഭക്ഷണം ആദ്യമായിട്ട് കഴിക്കുന്നതും. പിന്നെ സംസാരിക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നീട് ഈ പറഞ്ഞ ഡോക്ടറുടെ മകള് റിക്കവർ ചെയ്തില്ല. അന്നേരം എന്റെ ഒരു മെന്റൽ ഇതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അന്നൊക്കെ ഈ പ്രസംഗം, പദ്യപാരായണം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നല്ല ഒരു അക്ഷരസ്ഫുടതയോടെ മാത്രം സംസാരിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പൊ പിന്നീട് ആയപ്പോ എനിക്കൊരു എന്താ പറയാ ഒരു കുഴച്ചിൽ പോലെ തോന്നി. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ല നിനക്ക് ശരിയാവും, അതൊക്കെ റിക്കവർ ചെയ്യും. പക്ഷെ എന്റെ ബന്ധുക്കൾ പോലും കുറച്ച് പേര് നമ്മുടെ ഏജിലുള്ളവർ വന്നിട്ട് പറയും, അയ്യോ എന്റെ അമ്മ അവര് മമ്മീനെ വിളിക്കാം, മമ്മി ഈ ഒരു സൈഡ് കോടിയല്ലോ, ഇനി എങ്ങനെ ശരിയാവും, ഇങ്ങനെ ശരിയാവും, ഇങ്ങനെ പറയുന്നിടത്ത് അമ്മയ്ക്ക് വിഷമമാണ്. പക്ഷെ ഞാനതൊക്കെ വളരെ നമ്മള് ദൈവദോഷമൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു മെന്റൽ പവർ കൊണ്ട് തന്നെ തിരിച്ചു വന്നത് വലിയൊരു. അതെ അതെ. അപ്പൊ ഇത് ദൈവത്തിന്റെ 2ാം ജന്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യണം. ചെയ്ത് അങ്ങനെ ഒരുപാട് പണിയും കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ഇതുപോലെ തന്നെ 10 വയസ്സിൽ എനിക്ക് തോന്നുന്നു അവിടെ ഞങ്ങളുടെ നാട്ടില് ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു. ആൾക്കാർക്കെല്ലാം ശല്യമായ ഒരു സംഭവമാണ്. കാരണം ശമ്പളം കിട്ടിയാൽ ഒരാളും ഈ ശമ്പളവുമായി വീട്ടിലോട്ട് പോകത്തില്ല. ഇവിടെ വന്നു കഴിയും, അവരുടെ മാല, മോതിരം ഇതെല്ലാം ഉരിയെടുക്കും. അപ്പൊ ഞങ്ങളുടെ കുറെ, ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈം ഞങ്ങളുടെ കുറച്ച് ചേച്ചിമാരുടെ ബസ് കാത്തിരിക്കുമ്പോ ചേച്ചിമാരെ കമന്റ് പറയുക, ഇതൊക്കെയാണ്. അപ്പൊ ഇത് നിർത്തണം എന്നൊരു ഇതായി. അന്ന് ഞാൻ ചെറിയ കുട്ടിയാ, 10 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ നമ്മള് മിനിസ്റ്റർ അടുത്തൊക്കെ പോയി പറഞ്ഞു. അവരതിന് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു. നമ്മുടെ പോലീസും അതിന് കുട്ടിയായിരുന്നു. കാരണം എനിക്ക് ഒപ്പിട്ട് ഒരു 100 ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞു. പക്ഷെ എന്റെ നാട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് മെച്ചൂർ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ഷന്റെ നിൽക്കാമായിരുന്നു. അതെ അതെ, നാട്ടിലെ ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥാനത്ത് എത്തേണ്ട ഒരാളാണ്. അപ്പൊ 10,000-2,000 ഒപ്പ് കിട്ടി. അതുകൊണ്ട് കൊടുക്കുമ്പോ ഒരു സ്കൂൾ കുട്ടി സ്കൂൾ യൂണിഫോമിലാണ് പോകുന്നത്. അന്നേരം അപ്പൊ തന്നെ അവരത് ക്ലോസ് ചെയ്യിപ്പിച്ചു, പിന്നീട് പൂട്ടിച്ചു. പക്ഷെ അമ്മയ്ക്കൊക്കെ ഈ പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു, കൊന്നുകളയും. അന്ന് ദൈവയുഗമായതുകൊണ്ട് ഇന്നിനെ രക്ഷപ്പെട്ടു. പക്ഷെ ഇന്നാണെങ്കിൽ എനിക്കൊന്ന് സാത്താനികമല്ലേ, അപ്പൊ നമുക്ക് ആസിഡ് വീഴ്ചയോ എന്തെങ്കിലും ഷുവറായി. പണ്ടത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യനിൽ കുറച്ച് നന്മ ഉണ്ടായിരുന്നു. അതെ അതെ, തീർച്ചയായും. ഇപ്പോഴത്തെ ഒരു നന്മ പറ്റിപ്പോയ പോലെ അല്ലേ. അതെന്ന് പറയാ, അന്ന് മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായിരുന്നു. ഇന്ന് ലോകം വേറൊരു രീതിയിലാണ് പോകുന്നത്. കാരണം ഇന്ന് കഞ്ചാവും അങ്ങനെയുള്ളതിനൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ നല്ലതേത് മോശമേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തിയും നശിച്ചു മനുഷ്യന്റെ. അതാണ് ഇന്ന് സംഭവിക്കുന്ന മെയിൻ കാര്യം. ഇന്ന് നമ്മൾ കാണുന്നില്ലേ എത്ര പീഡനങ്ങളാ, മരണങ്ങളാ ലേഡീസിന്റെ ഭാഗത്ത് തന്നെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ എടുത്താൽ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. അവരും പ്രണയത്തിലാകുന്നവർ തമ്മിൽ പ്രശ്നങ്ങളാകുന്നു. ആസിഡ് ഒഴിക്കാൻ തക്കമാണ്. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴങ്ങ് ആസിഡ് ഒഴിക്കാനുള്ള അത്രയും ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആണെങ്കിൽ കാമുകന് വേണ്ടിയിട്ട് കുഞ്ഞിനെ വരെ കൊല്ലാൻ ഒരുങ്ങുന്നു. കല്യാണം കഴിച്ച പുരുഷൻ കാമുകിക്ക് വേണ്ടിയിട്ട് ഭാര്യനെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു. എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? എന്ന് വെച്ചാൽ
വല്ലാത്തൊരു തലത്തിലേക്ക് മാനസിക തലം വ്യത്യാസപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ. നമ്മുടെയൊക്കെ ആ ഒരു ചെറിയ പ്രായം നല്ലതായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സൗഹൃദങ്ങൾ നല്ല. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും നമ്മളോട് പ്രണയം ചോദിക്കും, ഇപ്പൊ ഇല്ല. അവര് പെങ്ങളെ പോലെ. എനിക്ക് അങ്ങനെ ഉണ്ട്, കാരണം ഞാനൊരു പെൺകുട്ടിയായിരുന്നു. ഇവര് എന്നെ ബസ്സിലൊക്കെ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ എന്നെ കയറ്റി വിട്ടിട്ട്, കാരണം ഞാൻ ചെറിയ പറഞ്ഞല്ലോ, ഞാൻ ഈ ഹൈറ്റ് ഒന്നുമില്ല, അന്ന് ഏറ്റവും ക്ലാസ്സിലെ ചെറിയ കുട്ടിയാ, പ്രായത്തിലും ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയാണ്. അപ്പൊ അവരെന്നെ ഫസ്റ്റ് ബസ്സിൽ കയറ്റി വിട്ടിട്ട് അവരൊരു പെങ്ങളുടെ പോലെയാ എന്നെ കരുതിയിരുന്ന. പക്ഷെ ഇന്ന് എത്ര കുട്ടികളായി പറഞ്ഞ പോലെ പെൺകുട്ടികളെ പെങ്ങളായി കാണുന്നത്. അപ്പൊ എനിക്ക് ഇന്നത്തെ സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. കാരണം ആരും ഈ പറഞ്ഞ പോലെ ഭാര്യ ആയാലും തല്ലുക, കൊല്ലുക, ഇതൊന്നും മനുഷ്യർക്ക് പറ്റിയൊരു കാര്യമല്ല. നമ്മളൊരു മൃഗത്തിനെ പോലും ഉപദ്രവിക്കുമ്പോൾ നമുക്ക് എന്ത് സങ്കടമാണ്, അറിയാതെ ചവിട്ടിയാൽ പോലും. എങ്ങനെ മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളോടും പറയാനുള്ളത്, ആരും ഒന്നും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പൊ വിവാഹം കഴിച്ചു പോകുമ്പോൾ നമ്മളിപ്പോ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് കെട്ടിച്ചതായിരിക്കാം, നമുക്ക് ആരെയും മനുഷ്യരെ ചൂന്നു നോക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം, ദുരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ദയവായി പാരന്റ്സിന്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അത് ഇനി പാരന്റ്സ് എടുത്തു പറഞ്ഞില്ല, അയ്യോ അവര് തിരിച്ചു ചെന്നാൽ എന്നെ സ്വീകരിക്കില്ല, അങ്ങനെയില്ല. ഇത്രയും വർഷം നിങ്ങൾ വളർത്തിയ അച്ഛനും അമ്മയും നിങ്ങൾ എങ്ങനെയാ തിരസ്കരിക്കുക? അത് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ ഒരു മോശം അനുഭവം, അതായത് നമ്മുടെ ദേഹത്ത് തൊട്ടുള്ള ഒരു അനുഭവം ഉണ്ടായാൽ, തല്ല്, അങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ അവിടെ നിൽക്കണ്ട. ദയവായിട്ട് നിങ്ങൾ വീട്ടിൽ വന്നാൽ നിങ്ങൾ അച്ഛനും അമ്മയും കൈനീട്ടി സ്വീകരിക്കും. ഇപ്പൊ പല കുട്ടികളെയും ഞാൻ കണ്ടു. ഇപ്പൊ ഈ അടുത്തിടെ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് ഞാൻ കണ്ടു. ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് ചേർത്ത കുട്ടി, അച്ഛന്റെ അമ്മയുടെ പ്രതീക്ഷയ്ക്കൊപ്പം എനിക്ക് വളരാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ കുട്ടി എന്ത് അബദ്ധമാ കാണിച്ച? ആ കുട്ടിക്ക് അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൂടെ? അമ്മയോട് പറയാലോ, അമ്മേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അമ്മ എനിക്ക് ഈ കോഴ്സ് പറ്റില്ല, അമ്മ ഈ വിളിച്ച് വേറെ കോഴ്സിന് ജോയിൻ ചെയ്തുകൂടെ? ഇപ്പൊ ഈ കോഴ്സ് പഠിച്ചാലേ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്നില്ല. ഇന്ന് എന്ത് ജോലിയായാലും നമുക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് ഇന്നത്തെ ഒരു യുഗത്തില്. അപ്പൊ നമുക്ക് ഏത് ജോലി എടുത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ പാരന്റ്സ്, ഒരുപക്ഷെ പാരന്റ്സ് പറയുന്നതായിരിക്കും, അപ്പൊ പറയണം, അപ്പൊ തന്നെ പറയാം, അമ്മ എനിക്കിത് ഇഷ്ടമില്ല, ഞാൻ ഇത് എടുത്തോട്ടെ. അവര് സമ്മതിക്കും. നിങ്ങൾ പറയാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കാറ് മേടിച്ചു കൊടുത്തപ്പോ ഏതോ ബൈക്ക്, ഉദ്ദേശിച്ച വിലയുള്ള ബൈക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. മൊബൈലില് കളിക്കാനായിട്ട് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു അമ്മേനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലുന്നു, മൊബൈൽ കളിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ്. അതുപോലെ പെൺകുട്ടികൾ, ഇപ്പം ദേവി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് സമൂഹത്തോടുള്ള ഒരു പ്രശ്നമാണ്. അയ്യോ കെട്ടിച്ചു വിട്ടിട്ട് 6 മാസം ആകുന്നതിന് നീ വീട്ടിൽ വന്ന് നിൽക്കുന്നല്ലോ. സമൂഹം അവരെന്ത് എപ്പോഴും നമ്മളൊരു സമൂഹത്തെ സോഷ്യൽ ബീങ്, പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോ നമ്മൾ അവിടെ നമ്മുടെ കുട്ടികളാണ്, അവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ അനിയത്തി കുട്ടി ഉണ്ടാകും, ആങ്ങളെ കുട്ടികൾ ഉണ്ടാകും, അവരെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവരെന്ത് പറയും, എന്തായാലും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നത്, നീ ഒന്ന് ഒതുങ്ങി അങ്ങ് ജീവിക്കാൻ പറയും. പക്ഷെ അപ്പോഴായിരിക്കും ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നത്. പക്ഷെ എനിക്ക് പെൺകുട്ടികളുടെ പറയാനുള്ള, ദേവി പറഞ്ഞോട് കൂട്ടി വെച്ച് ഞാൻ പറയാണ്, സ്വയം പര്യാപ്തത നേടുക. നമ്മൾ പെൺകുട്ടികള് വിവാഹം എന്ന് പറയുന്നതിലുപരി നമ്മൾ സ്വന്തം കാലം നിൽക്കാനും നമ്മൾ പഠിച്ച ഒരു നല്ല ജോലിയിൽ കയറാനും എല്ലാ പെൺകുട്ടികളും ആദ്യം തീരുമാനം എടുക്കേണ്ട അതാണ്. പ്രണയവും വിവാഹവും ഒക്കെ അതിനുശേഷം മാത്രം. പഠിക്കുന്ന കാലത്ത് യാതൊരു കാരണവശാലും ഒരു പ്രണയബന്ധത്തില് കുടുങ്ങാതിരിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, അതാണ് കഷായത്തില് ഒക്കെ വിഷം കൊടുത്ത് കൊള്ളുന്നു. ആൺകുട്ടികൾക്കും രക്ഷയില്ല, ഇതിനകത്തൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനില്ല. ഇവിടെ പരസ്പരം കൊല്ലാനും കൊലവിളിക്കാനും ആസിഡ് ഒഴിക്കാനും തയ്യാറായ ഒരു യുവജനമാണ് കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോ പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ, ആൺകുട്ടികൾ അത്ര പ്രശ്നം വരുന്നില്ല, പെൺകുഞ്ഞുങ്ങൾക്കാണ് ഈ സ്ത്രീധന പീഡന മരണങ്ങൾ. സോ നിങ്ങൾ പഠിക്കുക, നല്ല മിടുക്കരായിട്ട് പഠിക്കുക. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ട്. കഴിയുന്നത്ര പഠിക്കുക, സ്വന്തം കാലം നിൽക്കുക. ഒരു ജോലി കിട്ടിയതിനു ശേഷം നിങ്ങൾ പ്രണയിക്കുകയോ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ഇഷ്ടം, മനുഷ്യന്മാരാണ് ഇഷ്ടമൊക്കെ തോന്നിയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു പക്വതയിലെത്തും. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പ്രണയിക്കുകയോ, ഇനി അതല്ല വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധം നിങ്ങൾ കല്യാണം കഴിക്കുകയോ ചെയ്യാം. നാളെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കൾ വരെ, നീ പോയിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, തിരിച്ചു വന്നാൽ വീട്ടിൽ അനിയത്തി വളർന്നവർക്ക് കല്യാണം കഴിക്കുന്നൊക്കെ ചോദ്യം വന്നാൽ, നിങ്ങൾക്ക് അവിടുന്ന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ഒരു നല്ല വുമൺ ഹോസ്റ്റലിലേക്ക് മാറുക, ജോലി കണ്ടിന്യൂ ചെയ്യുക. അതല്ലാതെ എടുത്തു ചാടി ഒരു ആത്മഹത്യയിലേക്ക് പോകാനും, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ വരദാനം എന്താന്ന് പറയുക, ഈ ഭൂമിയില് ജീവനാണ് അല്ലെ. ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേക്കുക എന്നുള്ള ആദ്യം, ദൈവമേ എനിക്ക് ഇന്നും കൂടെ ജീവിക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞ് എഴുന്നേക്കേണ്ടതിന് പകരം
നമുക്ക് തന്ന നല്ല മനോഹരമായ ജീവിതം നമ്മൾ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു പാപമാണ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് കിട്ടുന്നതാണ് നമുക്കൊരു മനുഷ്യ ജന്മം. അത് നമ്മള് ഈ ജീവിതം നശിച്ചു പോകാതെ മരിക്കാതിരിക്കാനായിട്ടൊക്കെയുള്ള കഷ്ടപ്പാടിൽ പെടുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒന്നും വേണ്ട, ക്യാൻസർ പേഷ്യൻസ്, നമ്മളൊരു ക്യാൻസർ വാർഡിൽ ഒരിക്കലെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പല അഹങ്കാരങ്ങളുടെ പുറന്തോടുകളും അവിടെ പറഞ്ഞു വീഴും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് നിസ്സാരമായിട്ട് അവസാനിപ്പിക്കുന്ന ഈ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റും ഓരോ ത്യാഗങ്ങൾ സഹിക്കുന്നു. കുടുംബങ്ങൾ അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് ത്യാഗങ്ങൾ സഹിക്കുന്നു. അപ്പൊ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല. പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം പഠിക്കുക. ഞാൻ എല്ലാവർക്കും ഞാനിത് പറയും കേട്ടോ. പഠിക്കുക, പഠിച്ച് സ്വന്തം കാലം നിൽക്കുക. അത് മാത്രമല്ല, ഇന്നത്തെ പ്രണയം ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്ന ആളായിരിക്കില്ല അപ്പുറത്ത്. അപ്പൊ അത് നിങ്ങൾ ദയവായിട്ട് ഒരു ജോലിയുള്ള ഒരു കുട്ടി കണ്ടില്ലേ, അടുത്തിടെ ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് അവളുടെ പൈസയും ഇത്രയും കൊടുത്തു, അവളുടെ ജീവിതവും കൊടുത്തു, ട്രെയിനിന് മുന്നിൽ ചാടി. അതൊക്കെ മണ്ടത്തരമെന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുക? ഓക്കെ, അവനിൽ നിന്ന് ചതി പറ്റി, അവന് ഇഷ്ടമില്ല, ഓക്കെ, നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ വേണ്ടത്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ പാരന്റ്സ് ഇല്ലേ, അവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ജീവിക്കുക. അല്ലാതെ ആത്മഹത്യ ഈ പറയുന്ന പരിഹാരമല്ല. പിന്നെ പൈസ പോയത് പോട്ടെ, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പൈസ ഉണ്ടാക്കാം. ഇതിന്റെ കൂടെ തന്നെ ദേവി നമ്മള് മാതാപിതാക്കളോട് പറയേണ്ട ഒരു കാര്യം, കാര്യം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഉത്തമ സുഹൃത്തുക്കളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം, പരിഗണന, സമയം ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതും അതിന്റെ കൂടെ വേറെ പലതും കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ നമ്മുടെ പുറന്തോടിനകത്തു നിന്ന് പുറത്തോട്ട് എന്ന് കഴിഞ്ഞാൽ അവരവിടെ സ്വീകരിക്കാൻ രണ്ട് കൈ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുക, അവരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക. മാർക്ക് കുറഞ്ഞ ഇതൊന്നും സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് മേടിക്കുക, ഈ ഒരു മാർക്കാണോ, ഒരു കുഴപ്പമില്ല. നീ തോറ്റുപോയോ, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് എഴുതിയെടുക്കാനേ സാരമില്ല. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. ഇവിടെ നമ്മൾ നോക്കി ഒരുപാട് പ്രഗത്ഭന്മാരുണ്ട് അല്ലേ, അത്രയധികം വിദ്യാഭ്യാസം. പക്ഷെ വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമാണ്, അതല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ഒരു കുഞ്ഞിനെ മരണത്തിലോട്ട് വിട്ടുകൊടുക്കാതെ, കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും വിട്ടുകൊടുക്കാതെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമുണ്ട്. അപ്പം അത് നമ്മുടെ ഭാഗത്ത് നമ്മളും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ അല്ലെ. നാളത്തെ ഇന്നത്തെ നമ്മുടെ തലമുറയാണ് നാളത്തെ ഭാവി നിയന്ത്രിക്കണം, രാജ്യം നിയന്ത്രിക്കണം, ലോകം നിയന്ത്രിക്കേണ്ടത്. സോ അതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ഒരുപാട് തെറ്റുകൾ തിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും തെറ്റുകളൊക്കെ തിരുത്തി ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. എന്തായാലും ദേവി, നമ്മൾ ഒരു കാര്യത്തിൽ തുടങ്ങി പല പല കാര്യങ്ങളിലേക്ക്, എനിക്ക് നമ്മൾ രണ്ട് അമ്മമാരായതുകൊണ്ടായിരിക്കാം ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, ദേവിക്കൊരു പെൺകുട്ടിയാണ്. സോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ രസകരമായ കുറെ നിമിഷങ്ങളായിരുന്നു ദേവിയുമായിട്ടുണ്ടായിരുന്നത്. ഇനിയും കലാപരമായും സാഹിത്യപരമായും ഒക്കെ ഒരുപാട് 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 ഉയർച്ചയിലേക്ക് എത്തുവാനായിട്ട്, അതുപോലെ അനേകർക്ക് സഹായമാകുവാനായിട്ടൊക്കെ ദേവിക്ക് സാധിക്കട്ടെ. ഇപ്പൊ മോക്കാണ് അവാർഡ് കിട്ടിയത്. ദേവിക്ക് എന്തെങ്കിലും അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഭരത് മുരളി കിട്ടി, പിന്നെ ലോഹിദാസ് മെമ്മോറിയൽ ബെസ്റ്റ് ആക്ട്രസ് കിട്ടി, പിന്നെ ഉമ്മൽ കോയിനി ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ആക്ട്രസ്, അതിൽ ഡബിൾ റോൾ ആയിരുന്നു ഞാൻ ചെയ്തത്. ഒന്ന് മന്ദബുദ്ധിയും ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് ലേഡി മുസ്ലിം ക്യാരക്ടറായിരുന്നു. അതിനും എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകൾ ദേവിയുടെ കരിയറിലേക്ക് കടന്നു വരട്ടെ. അതുപോലെ തന്നെ ജോലി വളരെ നന്നായിട്ട് പോകട്ടെ. പ്രവാസ ലോകത്ത് ഒരുപാട് ഉയർച്ചയിൽ എത്തട്ടെ. മോൾക്കും എല്ലാവിധ ഭാവുകങ്ങളും കുടുംബമായി പുതുവർഷമാണ്. അപ്പം ഈ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇവിടെ ചെലവഴിച്ചതും ഇതുപോലെ നമ്മളോട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതിനുമൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ.